الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. വാർത്താമാധ്യമങ്ങളിൽ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന അഹമ്മദാബാദിലെ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയേറെ സങ്കടങ്ങൾ പങ്കിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. രാജ്യത്ത് നടക്കുന്ന ഇത്തരം വാർത്തകൾ, മഹാദുരന്തങ്ങൾ, അല്ലാഹു അത്തരം അപകടങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മനുഷ്യൻ്റെ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ദുരന്തങ്ങളെല്ലാം. ഖുലിഖൽ ഇൻസാനു ദഈഫ, സാധാരണ നമ്മൾ കേട്ട് ശീലിച്ചൊരു വചനം. എത്ര സൗകര്യങ്ങളും സംവിധാനങ്ങളും അധികരിച്ചാലും ശരി, എത്ര വലിയ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യൻ നടത്തിയാലും ശരി, എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കപ്പുറത്ത്, എല്ലാ കഴിവുകൾക്കപ്പുറത്ത് അതിനൊക്കെ കാരണമായി നിൽക്കുന്നൊരു ശക്തിയുണ്ട് എന്നത് വെളിപ്പെടുത്തുന്നതാണ് ഈ അപകടങ്ങളെല്ലാം. മനുഷ്യൻ വെറും ദുർബലനാണ്, മനുഷ്യൻ്റെ കൈകളിൽ ഒന്നുമില്ല എന്നതിനുള്ള അടയാളം.
നിങ്ങളെവിടെ ചെന്ന് ഒളിച്ചാലും ശരി, മരണം നിങ്ങളെ കണ്ടെത്തും, നിങ്ങളിലേക്ക് വന്നെത്തുക തന്നെ ചെയ്യുമെന്ന പരിശുദ്ധ ഖുർആനിൻ്റെ വചനം എത്രയോ തവണ നമ്മൾ ഓതി കേട്ടിട്ടുള്ള വചനങ്ങളാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സുകളും മരണത്തിൻ്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. ഏത് രൂപത്തിലാണോ അള്ളാഹു മരണത്തെ നിശ്ചയിച്ചിട്ടുള്ളത് ആ രൂപത്തിൽ അത് കടന്നു വരും. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത് വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ. നാളെ നിങ്ങൾ എന്ത് പ്രവർത്തിക്കും എന്നുള്ളത്, അതേപോലെ തന്നെ വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്, നാളെ നിങ്ങൾ എവിടെ വെച്ച് ഏത് രൂപത്തിൽ മരിക്കുമെന്നുള്ളതും നിങ്ങൾക്കറിയില്ല എന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തിയതാണ്. അത് റബ്ബിൻ്റെ അടുക്കലുള്ള ഇൽമാണ്. അഹമ്മദാബാദിലെ വിമാന ദുരന്തം നമ്മൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു ചിന്തയുണ്ട്. എല്ലാവിധ പേപ്പറുകളും ക്ലിയർ ചെയ്ത് തൻ്റെ കയ്യിലേക്ക് ബോർഡിംഗ് പാസ് കിട്ടി സീറ്റുകൾ ഉറപ്പിച്ച് ഫ്ലൈറ്റിലേക്ക് കയറിയിരിക്കുന്ന നിമിഷം വരെ, അത് നിലത്ത് നിന്ന് ഉയർന്നു പൊന്തുന്ന സമയം വരെ, ആ വിമാനം ചെന്ന് ഭൂമിയിലേക്ക് അധപതിച്ച് ആളിക്കത്തിപ്പിടിക്കുന്ന സമയം വരെ ആർക്കറിയില്ല, ഈ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കും അറിയില്ല ഞാൻ എൻ്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണെന്ന വിവരം. മനുഷ്യൻ അത്രയേ ഉള്ളൂ. അതിനെക്കുറിച്ചുള്ള അറിവ് റബ്ബിൻ്റെ അടുക്കലുള്ള അറിവാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറഞ്ഞത്, മനുഷ്യ നിങ്ങൾ അഹങ്കരിക്കരുത് എന്നാണ്. ഭൂമിയിൽ അഹങ്കരിക്കാനുള്ള അവകാശം ഒരാൾക്കുമില്ല, അത് റബ്ബിൻ്റെ അടുക്കലുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, വിനയാന്വിതരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് നൽകുന്ന പാഠമാണ് ഇത്തരം ദുരന്തങ്ങളെല്ലാം. സഹോദരങ്ങളെ, ഈ അടുത്ത് ദിവസങ്ങൾക്കപ്പുറം ഒരു കപ്പൽ കത്തുന്ന, ബോട്ടുകൾ കത്തിപ്പിടിക്കുന്ന രംഗം നമ്മൾ കണ്ടതും അത് കെടുത്താൻ വേണ്ടി പ്രയാസപ്പെട്ടതും കേരളം ചർച്ച ചെയ്തതാണ്. നമ്മുടെ നാട്ടിൽ അതിൻ്റെ പ്രയാസങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്യുന്നു, അനുഭവിക്കുന്നു, സങ്കടങ്ങൾ പറയുന്നു, കമാൻഡുകൾ ഇടുന്നു. പക്ഷേ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മളെങ്ങനെ അവസാനിക്കുമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ ചിന്തിക്കണം, ആത്മാർത്ഥമായി നമ്മൾ ആലോചിക്കണം. ഈ ഭൂമിയോട് വിട പറയാൻ അള്ളാഹു നിശ്ചയിച്ച ചില കാരണങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ബോധ്യപ്പെടുത്തിയത് അങ്ങനെയാണ്. നിങ്ങൾ ഏത് പർവ്വത നിരകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പാറക്കുടിലുകൾക്കുള്ളിൽ ചെന്ന് നിങ്ങൾ ഒളിച്ചാലും ശരി, അവിടേക്ക് മലക്ക് കടന്നു വരികയും നിങ്ങളുടെ റൂഹിനെ പിടിക്കാൻ അല്ലാഹു നിശ്ചയിച്ചിടത്തേക്ക് നിങ്ങൾ എത്തുക തന്നെ ചെയ്യും എന്നുള്ളത് റബ്ബിൻ്റെ തീരുമാനമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ നോക്കൂ, ജീവിതത്തിൽ ആ ദുരന്തത്തിൽ നിന്ന് ഒരാൾ രക്ഷപ്പെട്ട വാർത്ത നമ്മൾ കേൾക്കുകയാണ്. അതേ ദുരന്തത്തിൽ 250ഓളം ആളുകൾ ലോകത്തോട് യാത്രയായതും പത്രമാധ്യമങ്ങളിലൂടെ ചർച്ചയായി കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ അറിയേണ്ട വിഷയം എന്താണെന്നറിയോ? അള്ളാഹു ഒരാൾക്ക് ആയുസ് നീട്ടിക്കൊടുക്കണമെന്ന് തീരുമാനിച്ചാൽ ഏത് ദുരന്തത്തിൽ നിന്നും അയാളെ രക്ഷപ്പെടുത്താൻ അള്ളാഹ്ക്ക് കഴിയും. ആ ദുരന്തത്തിൽ പെട്ട് മരിക്കണമെന്നതാണ് റബ്ബിൻ്റെ തീരുമാനമെങ്കിൽ ആ റബ്ബിൻ്റെ തീരുമാനത്തെ മറികടക്കാൻ മാത്രമുള്ള ശക്തി ഭൂമി ലോകത്താർക്കുമില്ല എന്നതിൻ്റെ പാഠം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ്, ഇദാ അറാദല്ലാഹ് ഖബ്ല റൂഹി അബ്ദിൻ ബിഅർളിൻ, ഇദാ അറാദല്ലാഹ്, മനുഷ്യരെ നിങ്ങൾ അറിയണം, ഇദാ അറാദല്ലാഹ്, അല്ലാഹു തആല ഉദ്ദേശിച്ചാൽ, ഖബ്ല റൂഹി അബ്ദിൻ ബിഅർളിൻ, ഒരു മനുഷ്യന്റെ റൂഹിനെ ഇന്ന സ്ഥലത്ത് വെച്ച് പിടികൂടണം എന്നതാണ് റബ്ബ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ, ജഅല ലഹു ഫീഹാ ഹാജ്ജ, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് റബ്ബ് അവൻ അങ്ങോട്ട് എത്തിക്കുമെന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് നമ്മൾ ജുമുഅക്ക് വേണ്ടി പള്ളിയിൽ ഇരിക്കുന്നു. ഇന്ന് സുബഹിന്റെ ജമാഅത്തിന് നമ്മൾ ഉണ്ടായിരുന്നു. നിസ്കാരത്തിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടിയിരുന്നു. നമ്മുടെ നിയ്യത്തുണ്ട്, ഇന്ന് അസറിന് ഞാൻ ഉണ്ടാകണമെന്ന്, അതേ മഗ്രിബിന് ഞാൻ എന്തു ചെയ്യണമെന്ന്, ഇന്ന് രാത്രിക്കുള്ളിൽ ഞാൻ ചെയ്തു തീർക്കേണ്ട പല പ്ലാനുകളും നമ്മുടെ മുന്നിലുണ്ട്. ആ പ്ലാനുകൾ നടക്കുമോ സഹോദരങ്ങളെ? ഇൻഷാ അല്ലാഹ് എന്ന് നമ്മുടെ സംസാരത്തിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാറുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചാലേ ഒരു കാര്യം നടക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ ഖദറുണ്ടാവണം, റബ്ബിൻ്റെ തീരുമാനമുണ്ടാവണം.
അള്ളാന്റെ തൗഫീഖ് ഉണ്ടാവണം. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി നമ്മുടെ മനസ്സുകളോട് നമ്മൾ ചോദിക്കുക, നമ്മുടെ ഖൽബിനോട് നമ്മൾ ചോദിക്കുക, ആ മരണത്തിന് വേണ്ടി പാകപ്പെട്ട ജീവിതം നമ്മൾ ഒരുക്കിയിട്ടുണ്ടോ? ആ മരണത്തിന് വേണ്ടി ഒരുങ്ങിയ ഒരു ജീവിത ശൈലി നമ്മുടെ കരങ്ങളിലുണ്ടോ? നമ്മൾ ആത്മാർത്ഥമായി പരിശോധിക്കേണ്ടതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമ്മളെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് നിരന്തരം ആലോചിക്കുക, നിരന്തരം നമ്മൾ ചിന്തിക്കുക. അക്സിറു സിക്റ ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്. അക്സിറു സിക്ർ, നിങ്ങൾ ധാരാളം ഓർക്കണം കേട്ടോ. എന്തിനെ? ഹാദിമിൽ ലദ്ദാത്തിൽ മൗത്ത്, നിങ്ങളിലേക്ക് കടന്നു വരുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ചിന്തിക്കണേ. എല്ലാ തീരുമാനങ്ങളെയും എല്ലാ സ്വപ്നങ്ങളെയും, ആ സ്വപ്നങ്ങൾക്ക് തിരശ്ശീലയിടുന്ന മരണത്തെക്കുറിച്ച് നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വ്യക്തമായി പഠിപ്പിക്കുന്ന ഹദീസുകളിലെയും ആയത്തുകളിലെയും വചനങ്ങൾ നമുക്ക് കാണാം. അതുകൊണ്ട് ഇവിടെ നമ്മൾ ശാശ്വതമായി ജീവിക്കേണ്ടവരല്ല. ഇല്ല, അല്ല നിശ്ചയിച്ചൊരവധി എത്തിയാൽ സുമ്മ ഖളാ അജലൻ, അല്ല നിശ്ചയിച്ചൊരവധി എത്തിയാൽ, ആ അജലെത്തിയാൽ ഒരു സെക്കൻഡ് പോലും അല്ലാഹു മാറ്റിവെക്കുകയില്ല. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്, നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ്. അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് അങ്ങോട്ടുമില്ല, ഒരു സെക്കൻഡ് ഇങ്ങോട്ടുമില്ല. ആ സമയത്ത് പിടിക്കും, ആ സമയത്ത് പിടിക്കും. ആ ദുരന്തത്തിൽ മരണപ്പെട്ട ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കുടുംബങ്ങൾക്ക് സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കരുത്ത് അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവരിൽ മരിച്ച മുഅ്മിനീങ്ങളായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കട്ടെ. സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനമായ വിഷയമാണ് ജീവിതത്തിൽ മരണം എന്ന യാഥാർത്ഥ്യം നമ്മളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നമ്മൾ ഒരുങ്ങണം. ആ ഒരുങ്ങുന്ന വിഷയത്തിൽ ഏറ്റവും സുപ്രധാനമായ വിഷയമാണ് നമസ്കാരം എന്ന ഇബാദത്ത്. ആ ഇബാദത്തിനെ കുറിച്ച് നമ്മൾ സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, നിസ്കരിക്കാത്തവൻ പരലോകത്തെത്തുമ്പോൾ അവൻ്റെ ഗതി എന്താകും? നിസ്കരിക്കാത്തവൻ്റെ അവസ്ഥ എന്താകും? നമസ്കാരത്തിൻ്റെ ഫضലും അതിൻ്റെ ശ്രേഷ്ഠതകളും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചതും നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതും നമുക്ക് കാണാം. അതേ 5 തൂണുകളാൽ ഇസ്ലാം കാര്യങ്ങളെ 5 തൂണുകളാൽ നാട്ടി നിർത്തപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് അതിലിങ്ങനെ എണ്ണി പഠിപ്പിച്ചതാണ് ഇഖാമിസ് സ്വലാഹ്, അതേ നമസ്കാരം നിലനിർത്തുന്നവരാകണം എന്നുള്ളതും അതിൻ്റെ കൂടെ എണ്ണിയതാണ്. അതെ, ഈമാൻ കാര്യങ്ങളിലെ, ഇസ്ലാം കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് നമസ്കാരം എന്നുള്ളത് തിരിച്ചറിയാനുള്ള ഒരു പക്വതയും പാകതയും നമുക്കുണ്ടാവുക. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബയ്യിനയിലെ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് കാണാം. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ് സ്വലാത്ത വയുഅ്തുസ് സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ. വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. കീഴ്വണക്കം അല്ലാഹുവിന് മാത്രമാക്കിക്കൊണ്ട് ഋജുമനസ്കരായ നിലയിൽ അവനെ നീ ആരാധിക്കുവാനും. എന്തിനാ റബ്ബ് നമ്മളെ സൃഷ്ടിച്ചത്? ഋജുമനസ്കരായ നിലയിൽ അല്ലാഹനെ ആരാധിക്കണം. റബ്ബിനെ മാത്രം ആരാധിക്കുന്ന ഒരു തൗഹീദുള്ള വ്യക്തിയായി നീ മാറണം. അവിടെ നിർത്തിയില്ല. ഹുനഫാഅ വയുഖീമുസ് സ്വലാഹ്, നമസ്കാരം നിലനിർത്തുന്നവനും അതേപോലെ തന്നെ സകാത്ത് നൽകാനും. അതിനല്ലാതെ അല്ലാഹു നിങ്ങളോട് മറ്റൊരു കർമ്മം കൽപ്പിച്ചിട്ടില്ല, മറ്റൊരു കാര്യത്തെ അല്ലാഹു കൽപ്പിച്ചിട്ടില്ല. അല്ലാഹു പ്രധാനമായും മനുഷ്യനോട് പറഞ്ഞ കർമ്മങ്ങളെ സംബന്ധിച്ച് അല്ലാഹു പറയാണ്. എന്താ പറഞ്ഞത്? ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഒന്ന്, ഇബാദത്ത് ചെയ്യണം, അല്ലാഹ്ക്ക് കർമ്മങ്ങൾ ചെയ്യുന്ന ഇബാദത്ത് ചെയ്യുന്നവനായി മാറണം. ഹുനഫാഅ വയുഖീമുസ് സ്വലാഹ്, നീ നിന്റെ നമസ്കാരം നിലനിർത്തണം. വയുഅ്തുസ് സകാ, നീ സകാത്ത് കൊടുക്കുന്നവനാകണം.
അത് കൽപ്പിക്കുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകളോട് ചെയ്തിട്ടുള്ള വദാലിക ദീനുൽ ഖയ്യിമ. അതെ, അതത്രേ വക്രതയില്ലാത്ത മതം എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബയ്യിനയിലെ 5-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അപ്പോൾ റബ്ബ് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു ഇബാദത്താണ് നമസ്കാരം എന്നൊരു തിരിച്ചറിവ്. സകാത്ത് കൊടുക്കുന്നതും നമസ്കരിക്കുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ്. ഇബാദത്തിൻ്റെ കാര്യത്തിൽ അല്ലാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുന്നവനാവുക എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത് കാണാം. സഹോദരങ്ങളെ, ഇതിൽ പറഞ്ഞ നമസ്കാരത്തെ സംബന്ധിച്ച് നമ്മൾ എവിടെയാണുള്ളത്, നമ്മുടെ ചിന്തകൾ എന്താണ് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, നാളെ റബ്ബിൻ്റെ കോടതിയിലെത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി വിചാരണ ചെയ്യുന്ന ഇബാദത്ത് അത് നമസ്കാരമായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. ഇന്ന അവ്വല മാ യഹാസബു ബിഹി അൽ അബ്ദു യൗമൽ ഖിയാമഹ മിൻ അമലിഹി സ്വലാത്തുഹു എന്നാണ്. ഖിയാമത്ത് നാളിൽ അടിമയുടെ കർമ്മങ്ങളിൽ ആദ്യമായി വിചാരണ ചെയ്യുന്ന കർമ്മം സ്വലാത്തുഹു, അവൻ്റെ നമസ്കാരമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിസ്കാരം ഒരാൾക്കില്ലയോ ആദ്യം തന്നെ അവൻ പരാജയപ്പെട്ടു എന്നർത്ഥം. അവൻ്റെ വിചാരണയിൽ ആദ്യം തന്നെ പരാജയപ്പെട്ടു. എന്തില്ലെങ്കിൽ? നമസ്കാരമില്ലെങ്കിൽ. കാരണം എന്താണെന്നറിയങ്ങൾ? നിസ്കാരം എല്ലാ മേഖലകളെയും ശുദ്ധീകരിക്കുന്നതാണ് ഇബാദത്ത്, നമസ്കാരം. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. ഇന്ന സ്വലാത്ത്, തീർച്ചയായും നമസ്കാരം, തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, എല്ലാ നീചവൃത്തികളിൽ നിന്നും എല്ലാ തോന്നിവാസങ്ങളിൽ നിന്നും മനുഷ്യനെ നന്നാക്കുന്നതാണ്, ശുദ്ധീകരിക്കുന്നതാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രമല്ല, നാളെ നരകത്തിൽ പ്രവേശിക്കുന്ന ആളുകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നിടത്ത് സ്വർഗ്ഗക്കാരും നരകക്കാരും തമ്മിലുള്ളൊരു സംഭാഷണം അല്ലാഹു പറയുന്നുണ്ട്. നരകം നിസ്സാരമല്ല എന്നൊരു തിരിച്ചറിവോടുകൂടി വേണം ഈ ആയത്തിനെ നമ്മൾ ശ്രദ്ധിക്കാൻ. സഹോദരങ്ങളെ, കല്ലാ ഇന്നഹാ ലളാ നസ്സാഅത്തൻ ലിശ്ശവാ, മനുഷ്യന്റെ തലയോട്ടിയെ ഉരുക്കിക്കളയുന്ന തീജ്വാലയാണ് നരകം. ആ നരകത്തെക്കുറിച്ച് പറയുന്നിടത്ത് അല്ലാഹു പഠിപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഫീ ജന്നാത്തിൻ യതസാഅലൂൻ, അന്ന് ചിലർ സ്വർഗത്തിലായിരിക്കും. സ്വർഗത്തിലുള്ള ചില ആളുകളതാ നരകത്തിലേക്ക് നോക്കിയിട്ട് നരകക്കാരോട് ചോദിക്കുകയാണ്, അനിൽ മുജ്രിമീൻ, നരകക്കാരോട് ചോദിക്കുകയാണ്, കുറ്റവാളികളെ എന്ന് വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, മാ സലക്കക്കും ഫീ സഖർ. നരകത്തിൻ്റെ ഒരു പേരാണ് സഖർ. ആ നരകത്തിലേക്ക് വിളിച്ചിട്ട് അല്ലാഹു ചോദിക്കുന്നതാണ്, മാ സലക്കക്കും ഫീ സഖർ, നിന്നെ നരകത്തിലേക്ക് നീ എത്താനുള്ള കാരണം എന്താണ്? നീ എങ്ങനെയാണ് മനുഷ്യ നരകത്തിലെത്തിയത് എന്ന് ചോദിക്കുന്നതാണ്. ഖാലൂ, ആ സന്ദർഭത്തിൽ നരകത്തിൽ കിടക്കുന്നവൻ പറയുകയാണ്, ലം നകു മിനൽ മുസല്ലീൻ, ഞാൻ നിസ്കരിച്ചിട്ടില്ലായിരുന്നു, നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ ഇല്ലായിരുന്നു. വലം നകു നുത്ഇമുൽ മിസ്കീൻ, ഞാൻ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തിട്ടില്ല. വിശന്ന് വലഞ്ഞ് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു. 2 കാരണങ്ങൾ. പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തില്ല, അതേപോലെ തന്നെ ലം നകു മിനൽ മുസല്ലീൻ, നിസ്കരിച്ചിട്ടില്ല എന്നാണ്. വകുന്നാ നഖൂദു മഅൽ ഖായിളീൻ, തോന്നിവാസികളുടെ കൂട്ടത്തിലായിരുന്നു ഞാൻ. ക്ലബ്ബിൽ കളിക്കാൻ പോയി, അതെ, കളിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നിസ്കാരം മറന്നു. പാവപ്പെട്ടവൻ്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയില്ല. അങ്ങാടിയിലെ ഏതെങ്കിലും കടത്തിണ്ണകളിലിരുന്ന് വർത്തമാനം പറഞ്ഞു നിസ്കാരത്തിന് വേണ്ടി പോയില്ല ഞാൻ. ദുനിയാവിൽ എല്ലാ തോന്നിവാസങ്ങളിലും ഞാൻ ഉണ്ടായിരുന്നു. നന്മയും തിന്മയും നോക്കാതെ ഞാൻ ഇടപെട്ട് ജീവിച്ചിരുന്നു. വേണ്ടാത്തരം ചെയ്യുന്നിടത്ത് ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ നിസ്കാരത്തിൽ നിന്ന് ഞാൻ പിന്മാറിപ്പോയവനാണ്. നിസ്കാരത്തിൽ നിന്ന് ഞാൻ പിന്മാറി. അതാണ് പ്രശ്നം. എന്ത് തിരക്കുണ്ടെങ്കിലും സഹോദരങ്ങളെ, എന്ത് തിരക്കുണ്ടെങ്കിലും നമസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയോ? എൻ്റെ നിസ്കാരം എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുവരുത്താൻ കഴിയോ? കാരണം എന്താ, വമൻ തറക്കഹാ
ആരെങ്കിലും നമസ്കാരത്തെ ഉപേക്ഷിച്ചാൽ ഫഖദ് കഫറ, ഓൻ കാഫിറാണെന്ന വിധി, ഓൻ കാഫിറാണ്. ബാക്കി വിധിയിലേക്ക് ഞാൻ പോണില്ല, നമ്മൾ കുറേ പറഞ്ഞതാണ്. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണം. നിസ്കാരം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന നേരത്ത് പോലും വിളിച്ചു പറഞ്ഞതാണ് അസ്വലാ അസ്വലാ അസ്വലാ, നിസ്കാരം നിസ്കാരം നിസ്കാരം, ഔ മാ മലക്കത്ത് ഐമാനുക്കും, നിസ്കാരത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, നിസ്കാരത്തെ ശ്രദ്ധിക്കണേ. ഈ ഉമ്മത്തിനോട് വഫാത്താകുന്ന നേരത്തും റസൂലിന് ഉപദേശിക്കാനുണ്ടായിരുന്ന മർമ്മപ്രധാനമായ ഉപദേശമാണ് അസ്വലാ, നിസ്കാരത്തെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമസ്കാരത്തെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുക, നിസ്കാരത്തെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുക. ആ നമസ്കാരം, ചില ആൾക്കാർ പറയും ഞാൻ നിസ്കരിക്കുന്നുണ്ട്, എങ്ങനെ നിസ്കരിക്കൽ? അത് തോന്നുമ്പോൾ അങ്ങനെ നിസ്കരിക്കേണ്ട. ആ നിസ്കാരത്തെ അല്ല അള്ളാഹു ഇവിടെ പറഞ്ഞത്. ഇവിടെ നോക്കി നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഖാമിസ്വലാ എന്ന് പറയുമ്പോൾ നമസ്കാരം മുറുകെ പിടിക്കുക അല്ലെങ്കിൽ നമസ്കാരം നിലനിർത്തുന്നവനാകണമെന്ന് പറഞ്ഞാൽ എങ്ങനെ നിലനിർത്തണം? അള്ളാൻ്റെ റസൂല് പറഞ്ഞതുപോലെ നിസ്കരിക്കണം, തോന്നിയ മാതിരി നിസ്കരിക്കാനല്ല. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, ഇന്ന സ്വലാ, തീർച്ചയായും നമസ്കാരം, കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ, അത് സമയം നിശ്ചയിച്ചിട്ടുള്ള നിർബന്ധ കർമ്മമാണ്, തോന്നിയ നേരത്തല്ല. സമയം നിശ്ചയിച്ചിട്ടുണ്ട് നമസ്കാരത്തിന്. വീട്ടിലെ പെണ്ണുങ്ങൾ നിസ്കരിക്കൽ എപ്പോഴാ എന്ന് വെച്ചാൽ ളുഹറിൻ്റെ നേരം കഴിഞ്ഞ് അസറിനോടടുക്കുമ്പോൾ കാണാൻ പാഞ്ഞു ചെന്നിട്ട് ഞാൻ ളുഹർ നിസ്കരിച്ചിട്ടില്ല, വക്ത് ഖളാ ആയിപ്പോയി, എന്നിട്ട് ആ നേരത്താണ് നിസ്കരിക്കൽ. ചില ആളുകളെങ്കിലും ഇശാഇൻ്റെ നേരത്ത് ഒരുമിച്ച് നമസ്കരിക്കുന്ന ആളുകൾ ഇന്നും ചില ആൾക്കാരുണ്ട്. അള്ളാഹ്ക്ക് വേണ്ട നിസ്കാരം എന്നാൽ പടച്ചോന് വേണ്ട സമയത്തിന് നിസ്കരിക്കാനാണ് അള്ളാഹു പഠിപ്പിച്ചത്. സമയത്തിന് നിസ്കരിക്കാൻ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തിന് പള്ളിയിലെത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. നിസ്കാരത്തിൻ്റെ ധാരാളം ശ്രേഷ്ഠതകൾ പറഞ്ഞല്ലോ സഹോദരങ്ങളെ. അതിലേറ്റവും ശ്രേഷ്ഠത ജമാഅത്തായുള്ള നമസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത പഠിപ്പിക്കുകയാണ്. ഒന്ന് നോക്കൂ നിങ്ങൾ, 27 ഇരട്ടി കൂലി ലഭിക്കും ജമാഅത്തായുള്ള നമസ്കാരത്തിന്. പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിച്ചാൽ. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്തുൽ ജമാഅത്തി തഫ്ളുലു സ്വലാത്തുൽ ഫദ്ദി ബിസബ്ഇൻ വഇശ്രീന ദറജ. സംഘടിതമായ നമസ്കാരം ഒറ്റക്കുള്ള നിസ്കാരത്തെക്കാൾ 27 ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ഒറ്റക്ക് നിങ്ങൾ നിസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി കൂലിയാണ് നിങ്ങൾക്ക് രേഖപ്പെടുത്തപ്പെടുന്നത്. ഇമാം ബുഖാരിയിലെ 645 ഹദീസായി നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ മറ്റൊരു റിവായത്തിൽ ഇങ്ങനെ കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല തഫ്ളുലു സ്വലാത്തുൻ ഫിൽ ജമീഇ അലാ സ്വലാത്തിർ റജുലി വഹ്ദഹു 25 ദറജ. സംഘടിതമായ നമസ്കാരം ഒരു വ്യക്തിയുടെ ഒറ്റക്കുള്ള നമസ്കാരത്തെക്കാൾ എത്രയാണ്? 25 ദറജ, 25 ഇരട്ടി കൂലി. മറ്റൊരു ഹദീസിൽ കാണാം 25 ഇരട്ടി കൂലി. ഇമാം മുസ്ലിമിൻ്റെ 649 ഹദീസാണ്. എന്താ പറഞ്ഞത്? 225 ഇരട്ടി പ്രതിഫലം. രണ്ട് റിവായത്ത്, ഒരു റിവായത്ത് 27 കൂലി, 25 ഇരട്ടി കൂലി. രണ്ട് ഹദീസുകൾ നമുക്ക് ഈ വിഷയത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 25 സംബന്ധിച്ച് പഠിപ്പിച്ച മറ്റൊരു ഹദീസ് കൂടി കാണാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വലാത്തുർ റജുലി ഫിൽ ജമാഅത്തി തുവല്ലഉ. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരാൾ സംഘടിതമായി നമസ്കരിക്കുന്നതിന് വേണ്ടി അയാൾ വീട്ടിലോ അല്ലെങ്കിൽ അങ്ങാടിയിലോ നമസ്കരിക്കുന്നതിനേക്കാൾ അയാൾക്ക് 25 ഇരട്ടി പ്രതിഫലം ലഭിക്കും. 25 ളിഅഫ ഹദീസിൻ്റെ പ്രയോഗം. അതുകൊണ്ട് പ്രതിഫലം കൂടുതൽ എവിടെയെന്ന് ചോദിച്ചാൽ അത് ജമാഅത്തിന് പള്ളിയിലെത്തിയിട്ട് നിസ്കരിക്കലാണ്. ആ നിസ്കാരത്തെ പലപ്പോഴും കൊച്ചാക്കി കാണുന്ന, അതിനോട് വലിയ താല്പര്യം പ്രകടിപ്പിക്കാത്ത ആളുകളായി നമ്മൾ മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിഭാഗം,
നിസ്കാരത്തിന് പള്ളിയിൽ ജമാഅത്തിന് ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അള്ളാഹിൻ്റെ ഇഷ്ടം കൂടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. മനസ്സിലായോ? ആളുകളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അള്ളാഹു ആ മനുഷ്യരെ ഇഷ്ടപ്പെടുന്നത് വർദ്ധിക്കുന്നതാണ്. ഇന്ന സ്വലാത്ത അർറജുൽ മഅർറജുലി അസ്കാ മിൻ സ്വലാത്തിഹി വഹ്ദഹു. ഒരാൾ ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ പവിത്രമാണ് മറ്റൊരാളുടെ കൂടെ ചേർന്ന് നമസ്കരിക്കുന്നത്. നിർത്തിയില്ല. വസ്വലാത്തുഹു മഅർറജുലൈൻ. ഒരാളുടെ കൂടെ ചേർന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ പവിത്രമാണ് രണ്ടാളുകളുടെ കൂടെ ചേർന്ന് നമസ്കരിക്കുന്നത്. അസ്കാ മിൻ സ്വലാത്തിഹി മഅർറജുൽ. നോക്കൂ നിങ്ങൾ, ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടം കൂടുകയാണ്. വമാ കസുറ ഫഹുവ അഹബ്ബു ഇലല്ലാഹി തആല. അല്ലാഹു തആലക്ക് കൂടുതൽ ഇഷ്ടം വർദ്ധിക്കുകയാണ് ആളുകൾ എണ്ണം കൂടുന്നതിനനുസരിച്ച്. ഇമാം അബൂദാവൂദിലെ 554-ാമത്തെ ഹദീസായി നമുക്ക് ഈ ഹദീസിനെ കാണാം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു തരുന്ന ഇത്തരം ഹദീസുകൾ. സഹോദരങ്ങളെ, അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടുന്ന വിഭാഗമാണ് ആര്? പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കുന്ന ആളുകൾ. റബ്ബിൻ്റെ ഇഷ്ടം അവർക്ക് ലഭിക്കുന്നുണ്ട്. ആളുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് സഹോദരങ്ങളെ അള്ളാഹിൻ്റെ ഇഷ്ടവും കൂടുന്നതാണ്. നമ്മളെ പള്ളിയിൽ സുബഹിൻ്റെ ജമാഅത്തിന് എത്ര ആളുകളുണ്ട് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി. ഈ ജുമുഅക്ക് കൂടുന്നതിലെ എത്ര ആളുകൾ സഹോദരങ്ങളെ വെള്ളിയാഴ്ചയല്ലാത്ത മറ്റു ദിവസങ്ങളിൽ, അതേ വെള്ളിയാഴ്ച തന്നെ സുബഹിക്കും അസറിനും ഇശാഇനും മഗ്രിബിനും ഒക്കെ പള്ളിയിലേക്ക് കൃത്യമായി ജമാഅത്തിന് വരുന്ന എത്ര ആളുകളുണ്ട്? സ്വയം നമ്മൾ മനസ്സിനോട് ചോദിക്കണം, എത്രയാണ് കൂലി, എത്രയാണ് പ്രതിഫലം? മറ്റൊരു ഹദീസിൽ കാണാം, മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ഹദീസിൽ. അൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖാല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു, മൻ തവല്ലഅ ലിസ്സലാ വഅസ്ബഗൽ വുളൂഇ വഅസ്ബഗൽ വുളൂഅ ثم مشى إلى الصلاة ثم مشى إلى الصلاة المكتوبة وصلها مع الناس أو مع الجماعة أو في المسجد غفر الله له ذنوبه. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ആരെങ്കിലും നിസ്കാരത്തിനായി വുളൂ ചെയ്തുകൊണ്ട് അവയവങ്ങൾ ഒന്ന് കയറ്റിക്കഴുകി, വുളൂ ചെയ്യുമ്പോൾ കഴുകുന്ന അവയവങ്ങളൊന്ന് കയറ്റിക്കഴുകിയാൽ, ഹദീസിൻ്റെ പ്രയോഗം നോക്കി, വുളൂ ചെയ്യുമ്പോൾ വുളൂഇൻ്റെ അവയവങ്ങളൊന്ന് കയറ്റിക്കഴുകുകയും ശേഷം പള്ളിയിലേക്ക് നടന്നു പോവുകയും ജനങ്ങളുടെ കൂടെ ചേർന്ന് ജമാഅത്തായി നമസ്കരിക്കുകയും ചെയ്താൽ അവൻ്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുന്നു. അല്ലാഹു പുറത്തു കൊടുക്കുന്നു. ലഹു ദുനൂബഹു, അവൻ്റെ പാപങ്ങളെ അല്ലാഹു അവനിൽ നിന്നും മായ്ച്ചു കളയുന്നതാണ്. ഇത് പ്രതിഫല ആർക്ക്? ജമാഅത്തിന് പള്ളിയിലെത്തുന്നവൻ്റെ കൂലി. ഇവിടെ ഈ ഹദീസിൻ്റെ പ്രയോഗമനുസരിച്ച് വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത് വരുന്നതിനും കൂലി കൂടുതലാണ്. വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത് വരികയാണെങ്കിൽ, വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത് ഒരു 2 റക്അത്ത് സുന്നത്ത്, റവാത്തിബ് സുന്നത്ത് വീട്ടിൽ നിന്ന് നിസ്കരിച്ചിട്ട് ഇങ്ങോട്ട് പോരുകയാണെങ്കിൽ അതിനെന്തുണ്ട്? കൂലി കൂടുതലാണ്. മനസ്സിലായോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇനി പാപങ്ങൾ പൊറുക്കുകയും പദവി ഉയർത്തിത്തരികയും ചെയ്യുമെന്ന മറ്റൊരു ഹദീസ് കാണാം. ഫഇന്ന അഹദകും ഇദാ തവല്ലഅ വഅഹ്സന വഅതൽ മസ്ജിദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിൽ ഒരാൾ ഏറ്റവും നന്നായി വുളൂ ചെയ്തു, വുളൂ നിർവഹിച്ചു, നമസ്കാരം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് പുറപ്പെട്ടു, പള്ളിയിലേക്ക് പുറപ്പെട്ടു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, നോക്കൂ നിങ്ങൾ, അങ്ങനെ പുറപ്പെട്ടു കഴിഞ്ഞാൽ പള്ളിയിൽ പ്രവേശിക്കും വരെ, പള്ളിയിലേക്ക് എത്തുന്നത് വരെ അവനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പഠിപ്പിക്കുന്നത്, അവൻ വെക്കുന്ന ഓരോ കാലടികൾക്കും അല്ലാഹു ബിഹാ ദറജ, ഓരോ കാലടി വെക്കും അല്ലാഹു ദറജ ഉയർത്തിക്കൊടുക്കും. വുളൂ ചെയ്തിട്ട് പള്ളിയിൽ നിന്ന് പുറപ്പെട്ടു പോരാ, വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോരാ, പള്ളിയിലേക്ക് വെക്കുന്ന ഓരോ കാലിനും അവൻ്റെ ദറജ അല്ലാഹു ഉയർത്തിക്കൊടുക്കും. മാത്രമല്ല, വഹത്ത അൻഹു ഖതീഅതൻ ഹത്താ യദ്ഖുല മസ്ജിദാ,
അവൻ പള്ളിയിലേക്ക് എത്തുന്നത് വരെ ഓരോ കാലടിക്കും അവൻ്റെ ദറജ ഉയർത്തുക മാത്രമല്ല, അവൻ്റെ പാപങ്ങൾ അവനിൽ നിന്ന് പൊറുക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ഈ ഹദീസിൽ നിന്നൊക്കെയുള്ള പാഠം എന്താ അറിയോ? വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത് വരുന്നതിൻ്റെ കൂലി, പള്ളിയിലേക്ക് നടന്നു വരുന്നതിൻ്റെ കൂലി, ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഹദീസാണ്. നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലെത്തുക. ഇനി ചില ആൾക്കാർ പറയുന്നൊരു പ്രയോഗമാണെന്ത്, എനിക്ക് വക്തിനിടെ എത്താൻ പറ്റൂല, നീ ഭയങ്കര ദൂരാണ്, ദൂരമുള്ളതുകൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് പള്ളിയിലേക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റണില്ല എന്നുള്ളൊരു പരാതി അല്ലേ? അതൊക്കെ നമ്മൾ കണ്ടെത്തുന്ന ന്യായങ്ങളാണ്. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളുടെ വീട് വിദൂരത്താണ്, അയാൾ വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത് അത്രയും ദൂരം അയാൾ വരികയാണെങ്കിൽ അവൻ്റെ പ്രതിഫലത്തിൽ അല്ലാഹു വർദ്ധനവ് നൽകുന്നതാണ്. നബി മൂസാ റളിയല്ലാഹു അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഅ്ലമുൻ നാസു അജ്റൻ ഫിസ്സലാ അബ്ഗള. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് അബ്അദുഹും ഫഅബ്അദുഹും മംശാ. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ജനങ്ങളിൽ ഏറ്റവും ഉന്നതൻ ദൂരെയുള്ളവനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഉന്നതനാരാ? അതിൻ്റെ കൂലിയുടെ കാര്യത്തിൽ ഉന്നതൻ ദൂരത്തുള്ളവനാണ്, പള്ളിയിൽ നിന്ന് അകലെ താമസിക്കുന്നവരാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ദൂരെ നിന്ന് നടന്നു വന്നുകൊണ്ട് നമസ്കരിക്കുന്നവർക്ക് അല്ലാഹു കൂലി വർദ്ധിപ്പിച്ചു കൊടുക്കും, ഇരട്ടി പ്രതിഫലം അയാൾക്ക് ലഭിക്കുകയാണ്. കൂലി കൂടുതൽ കിട്ടും, കാരണം ഓരോ കാലടിക്കും ദറജകൾ ഉയരുകയാണ്, ഓരോ കാലടിക്കും അല്ലാഹു അവൻ്റെ പാപങ്ങൾ പൊറുക്കുകയാണ്. അപ്പോൾ ഈ കാരണങ്ങൾക്കൊന്നും എന്തില്ല, സ്ഥാനമല്ല എന്നർത്ഥം. നമ്മൾ വെക്കുന്ന കാരണങ്ങളുണ്ടല്ലോ, ആ കാരണങ്ങൾക്കൊന്നും സ്ഥാനമല്ല. അല്ലാഹു കൂലി വർദ്ധിപ്പിച്ചു തരും, കൂടുതൽ തന്നുകൊണ്ടിരിക്കും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ആറാമത്തെ കാര്യം നിങ്ങൾ നോക്കൂ, പള്ളിയിൽ വന്ന് കാത്തിരിക്കുന്ന ആളുകൾക്ക് കൂലിയുണ്ട്. നേരത്തെ തന്നെ പള്ളിയിലെത്തി നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു ഇരട്ടി പ്രതിഫലം നൽകുന്നതാണ്. അല്ലദീ യന്തളിറുസ്സലാ, ഇമാമിൻ്റെ കൂടെ നിസ്കാരത്തിനായി ഒരാൾ കാത്തിരിക്കുകയാണ്. ഹത്താ യുസല്ലിയഹാ മഅൽ ഇമാം, ഇമാമിൻ്റെ കൂടെ നിസ്കാരത്തിന് വേണ്ടി ഒരാൾ കാത്തിരിക്കുന്നു. അഅ്ലമു അജ്റൻ മിനല്ലദീ യുസല്ലി സുമ്മ യനാമു. ഉറങ്ങിയിട്ട് നേരത്തെ പള്ളിയിലേക്ക് വരാതെ വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് ഓടി വരുന്നവനേക്കാൾ ഖൈറുള്ളവനാണ്, അല്ലെങ്കിൽ പ്രതിഫലം കൂടുതൽ ആർക്കാണ്? നേരത്തെ പള്ളിയിൽ വന്ന് നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്നവർക്കാണ്. ഒക്കെ ഹദീസുകളാണ്. ഞാൻ ഈ ഹദീസുകൾ ഇങ്ങനെ വായിച്ചു പോകുന്നത് നമ്മൾ കേൾക്കാതെ പോകരുത്, ഇത് നമ്മൾ അറിയാതെ പോകരുത്. അത്ര വ്യക്തമുള്ള ഹദീസ്. നമസ്കാരത്തിൻ്റെ സമയം, ആ സമയത്തിന് കൂലിയുണ്ട്. നമസ്കരിക്കാത്ത സമയം, അതായത് പള്ളിയിൽ വന്നിട്ടൊരാൾ ഇരിക്കുകയാണ്, നിസ്കാരത്തെ പ്രതീക്ഷിച്ചിട്ടാണ് ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു നിസ്കാരം കഴിഞ്ഞ് മഗ്രിബ് കഴിഞ്ഞ് പള്ളിയിൽ തന്നെ ഒരാൾ ഇരിക്കുക, എന്തിനെ പ്രതീക്ഷിച്ച് ഇനി ഏതായാലും ഇശാ കഴിഞ്ഞിട്ട് പോകാം എന്ന പ്രതീക്ഷയോടെ പള്ളിയിൽ ഇരിക്കുകയാണെങ്കിൽ ആ ഇരുത്തം അവൻ്റെ നമസ്കാരത്തിൻ്റെ കൂലി പോലെ അവന് ലഭിക്കുന്ന, ആ ഇരുത്തത്തിൽ അപ്പോഴും നിസ്കാരത്തിൻ്റെ കൂലിയാണ് അവന് രേഖപ്പെടുത്തുന്നത് എന്നാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ, അലാ അദുല്ലുക്കും അലാ മാ യംഹുല്ലാഹു ബിഹി അൽ ഖതായ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും പദവികൾ ഉയർത്തിത്തരികയും ചെയ്യുന്ന ഒരു കാര്യത്തെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? സ്വഹാബത്ത് റസൂലുള്ളാഹിനോട് പറയുകയാണ്, ഖാലു ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയെ ഞങ്ങൾക്ക് പറഞ്ഞു തരണം. ഇസ്ബാഹുൽ വുദൂഇ അലാ മകാരിഹി, വീട്ടിൽ നിന്ന് വുദൂ ചെയ്തുകൊണ്ട് ഒരാൾ പള്ളിയിലേക്ക് എത്തി, എന്നിട്ട് ആ പള്ളിയിൽ വന്നിരുന്നു കൊണ്ട് അവൻ പള്ളിയിൽ തന്നെ അവൻ ഉറപ്പിച്ചിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, പള്ളിയിലേക്കുള്ള കാലടികൾക്കനുസരിച്ച് അവൻ്റെ പാപങ്ങൾ പൊറുക്കുമെന്ന് പറഞ്ഞല്ലോ. അതെ, ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരത്തെ കാത്തിരിക്കുക എങ്കിൽ അള്ളാഹു നിങ്ങളുടെ ദറജ ഉയർത്തിത്തരും, നിങ്ങൾക്ക് നിസ്കാരത്തിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിസ്കാരം കഴിഞ്ഞാലും നിസ്കാരത്തിൻ്റെ കൂലി തന്നെ നമ്മുടെ അക്കൗണ്ടിൽ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസാണ്. മറ്റൊന്ന്, മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ഒരു അവസരമാണ് ഏത്? നിസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരുന്നവർ, പള്ളിയിൽ വന്നിരിക്കുന്നവർ, നിസ്കാരത്തെ കാത്തിരിക്കുന്നവർ, ജമാഅത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് വീട്ടിൽ നിന്ന് വരുന്നവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കും അവന് പാപം പൊറുക്കാൻ വേണ്ടി. വതുസല്ലിയ യഗ്നി അലൈഹിൽ മലായിക മാ ദാമ ഫിൽ മസ്ജിദിഹി ഫീ മജ്ലിസിഹി
അല്ലദീ യുസല്ലി ഫീ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവൻ ആ ഇരിപ്പിടത്തിൽ ഇരിക്കുന്ന കാലമത്രയും, അതായത് പള്ളിയിൽ തന്നെ വന്നിട്ട് നിസ്കാരത്തെ പ്രതീക്ഷിച്ചിട്ടൊരാൾ ജമാഅത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ അവനാ ഇരിക്കുന്ന സമയമത്രയും മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുവേ നീ ഇയാൾക്ക് പുറത്തു കൊടുക്കണേ. അല്ലാഹുമ്മ റഹംഹു, അല്ലാഹുവേ നീ ഇയാൾക്ക് കരുണ ചൊരിയണേ, ഇയാളോട് നീ കാരുണ്യം കാണിക്കണേ എന്ന് ആ മലക്ക് പ്രാർത്ഥിക്കും. മലക്കുകൾ ദുആ ചെയ്യുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. മാലം യഹ്ദിസു ഫീഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. എന്ത്? വുളൂ നഷ്ടപ്പെടുന്നത് വരെ അയാൾക്ക് ആ പ്രാർത്ഥന ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും, മലക്കുകളുടെ ദുആ അവന് ലഭിച്ചുകൊണ്ടിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതായത് പള്ളിയുമായിട്ടൊരു ബന്ധം കൽബിനെ ചേർത്ത് വെക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സബഅത്തുൻ യുദില്ലുഹും അല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. അതെ, അർശിൻ്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത ദിവസം അള്ളാഹു ചില ആളുകൾക്ക് അർശിൻ്റെ തണൽ ലഭിക്കും. ആ ലഭിക്കുന്ന കൂട്ടത്തിൽ റസൂലുള്ളാഹി എണ്ണിപ്പഠിപ്പിച്ചൊരു വിഭാഗം റജുലുൻ മുഅല്ലഖുൻ ഫിൽ മസാജിദ്, പള്ളിയുമായി കൽബിനെ ബന്ധിപ്പിച്ചവരാണ്. ഒരു ജമാഅത്ത് പോലും നഷ്ടപ്പെടുത്താതെ പള്ളിയിൽ വന്ന് ജമാഅത്തുകൾക്ക് പങ്കെടുക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദറജ നൽകുന്നു, പ്രതിഫലം രേഖപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്, ഊസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, വളരെ വേഗത്തിൽ പറഞ്ഞുപോയ ഹദീസുകൾ പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലങ്ങളാണ് എണ്ണിപ്പഠിപ്പിച്ചത്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ ഹദീസുകളെല്ലാം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശേഷിപ്പിച്ചല്ലെങ്കിൽ പഠിപ്പിച്ച ഹദീസ് 27 ഇരട്ടി പ്രതിഫലം ലഭിക്കും, 25 ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്ന മറ്റൊരു ഹദീസ്. അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്ന കൂട്ടത്തിൽ പെടുന്നവരായിരിക്കും. മുൻകഴിഞ്ഞ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ്. അതേപോലെ തന്നെ പാപം പൊറുക്കുക മാത്രമല്ല, പദവികൾ ഉയർത്തിക്കിട്ടും. അതുപോലെ പിന്നെ ദൂരെ നിന്ന് നടന്നു വരുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദറജ ഉയർത്തി കൊടുക്കും. അവൻ്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും, അവൻ്റെ കൂലി അധികരിച്ചു കിട്ടും. അതേപോലെ തന്നെ പള്ളിയിൽ വന്ന് കാത്തിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരിക്കുന്നതിനനുസരിച്ച് നമസ്കാരത്തിൻ്റെ കൂലി തന്നെ അയാൾക്ക് നൽകുമെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകൾ. നിസ്കരിക്കാത്ത സമയത്തും നിസ്കാരത്തിൻ്റെ കൂലി തന്നെ രേഖപ്പെടുത്തുന്നു എന്ന് പഠിപ്പിച്ച ഹദീസുകൾ, മലക്കുകളുടെ പ്രാർത്ഥന അയാൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസുകൾ. ഇതൊക്കെ നിസ്കാരത്തിന് ജമാഅത്തിന് പള്ളിയിലെത്തുന്ന ആളുകൾക്കുള്ള ശ്രേഷ്ഠതകളും ഫضലുകളുമാണ്. ഇനി നോക്കൂ നിങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ അല്ലാഹു ഒരു കൂട്ടർക്ക് വേണ്ടി വിരുന്ന് സൽക്കാരം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. പടച്ചോൻ്റെ ഒരു വിരുന്ന്. ഇപ്പം നമ്മളെ വീട്ടിലേക്കൊരു അതിഥി വരികയാണെങ്കിൽ ആ വീട്ടിലേക്ക് കയറി വരുന്ന അതിഥി, ആ അതിഥിക്ക് വേണ്ടി എന്തെല്ലാം വിഭവം നമ്മൾ ഒരുക്കാറുണ്ട്. പോരാന്ന് നമുക്ക് തോന്നും, എന്നാലും ആ അതിഥിക്ക് വേണ്ടി എന്തെല്ലാം വിരുന്ന് സൽക്കാരം നമ്മൾ ഒരുക്കാറുണ്ട്. നമുക്കിഷ്ടപ്പെട്ട ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ, അല്ലേ, ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ആളുകൾക്ക് വേണ്ടി അള്ളാഹ് ഒരുക്കി വെക്കുന്ന വിരുന്നു സൽക്കാരത്തിൻ്റെ വലിപ്പവും അതിൻ്റെ മഹത്വവും അതിൻ്റെ ഫضലും എത്രത്തോളമായിരിക്കും സഹോദരങ്ങളെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഗദാ ഇലൽ മസ്ജിദി ഔ മൻ ഗദാ ഇലൽ മസ്ജിദി വറാഹ. അതെ, ആരെങ്കിലും പള്ളിയിലേക്ക് പുറപ്പെട്ട് അവൻ പള്ളിയിൽ ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ അവനെ സംബന്ധിച്ച് അല്ലാഹു പഠിപ്പിച്ചത് അഅദ്ദല്ലാഹു ലഹു നുസ്ലം ഫിൽ ജന്ന, അഅദ്ദല്ലാഹു ലഹു നുസ്ലം മിനൽ ജന്ന. അല്ലാഹു അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു വിരുന്ന് സൽക്കാരം ഒരുക്കി വെച്ചിരിക്കുന്നു. ഒരു വിരുന്ന് സൽക്കാരം അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ്. അള്ളാൻ്റെ അതിഥികളായി നമ്മൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആ ദിവസം, സഹോദരങ്ങളെ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. എത്രയാണ് കൂലി? അള്ളാൻ്റെ അടുക്കൽ എന്താണ് ജമാഅത്തിന് വേണ്ടി പള്ളിയിലേക്ക് വരുന്നവർക്കുള്ള സ്ഥാനം എത്രയാണ്?
ഒന്ന് ആലോചിച്ച് നോക്കി. ഈ സ്ഥാനത്തെയും ഈ പദവികളെയും ഒക്കെ നഷ്ടപ്പെടുത്തിയിട്ട് പള്ളിയിൽ നിന്ന് അകന്നു നിൽക്കുന്നവൻ ദൗർഭാഗ്യവാനാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നിങ്ങൾ നോക്കൂ, മറ്റൊരു ഹദീസിൽ ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നാണ്. ഇപ്പോൾ ഹാജിമാരായ ആളുകൾ ഹജ്ജിന് പോയിട്ടുണ്ട്. അള്ളാഹു ആഫിയത്തോടെ ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഹജ്ജിന് തക്കതായ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുമാറാവട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, എത്ര ത്യാഗം സഹിച്ചിട്ടാണ് അവരൊക്കെ പോയത്, എത്ര പ്രയാസം വിളിച്ചിട്ട്. നമുക്കൊരു പരാതി എന്താ? എനിക്ക് ആരോഗ്യമല്ല, അല്ലെങ്കിൽ എനിക്ക് കൃത്യമായി എൻ്റെ കയ്യിൽ സമ്പത്തില്ല, ഇതൊക്കെ നമുക്ക് പരാതിയാണ്. പക്ഷേ ഹജ്ജിൻ്റെ പ്രതിഫലം തന്നെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് കാണാം. അൻ അബി ഉമാമ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അബൂ ഉമാമയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ മൻ ഖറജ മിൻ ബൈതിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും ശുദ്ധമായ നിലക്ക്, അതേ മുതതഹിറൻ ഇല സ്വലാത്തിൽ മക്തൂബ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ആരെങ്കിലും ശുദ്ധമായ നിലക്ക് വുളൂ ചെയ്തുകൊണ്ട് ഫർള് നമസ്കാരത്തിനായി പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ, മൻ ഖറജ, അവൻ പുറപ്പെട്ടാൽ, ആരെങ്കിലും പുറപ്പെട്ടാൽ, ശുദ്ധമായ നിലക്ക് വുളൂ ചെയ്തുകൊണ്ട് പള്ളിയിൽ നിന്ന് പള്ളിയിലേക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ ആ പുറപ്പെടൽ, അവനുള്ള പുണ്യം നോക്കൂ നിങ്ങൾ, പിന്നെ ഇഹ്റാമിലായി നിലയിൽ ഹജ്ജ് ചെയ്തവൻ്റെ പ്രതിഫലമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഫഅജ്റുഹു കഅജ്രിൽ ഹജ്ജിൽ മഹ്റം, ഹജ്ജിൽ മഹ്രിം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഇമാം ഷെയ്ഖ് അൽബാനി ഈ ഹദീസിനെ ഹസനാണെന്ന് രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ പറ്റും. ആരെങ്കിലും ശുദ്ധമായ നിലക്ക് വുളൂ ചെയ്തുകൊണ്ട് പോയാൽ, പള്ളിയിലെ ലക്ഷ്യമാക്കിക്കൊണ്ട് നിസ്കാരത്തെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഒരാൾ പുറപ്പെട്ട് ജമാഅത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ അവൻ്റെ പ്രതിഫലം രേഖപ്പെടുന്നത് എങ്ങനെ? ഹജ്ജിൻ്റെ പ്രതിഫലം. ഇഹ്റാമിലായിക്കൊണ്ട് ഹജ്ജ് ചെയ്തവൻ്റെ കൂലിയാണ് അവന്. സഹോദരങ്ങളെ, ഈ പ്രതിഫലങ്ങളെല്ലാം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിലായി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു ഫള് പറഞ്ഞ ഒറ്റ ഹദീസ് കൂടി ഓർമ്മപ്പെടുത്തി തരാം. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സ്വല്ലൽ ഇശാ, ഒരാൾ ഇശാ നമസ്കരിച്ചു, ഫീ ജമാഅത്തി, ജമാഅത്തായി കൊണ്ട് ഒരാൾ ഇശാ നമസ്കരിച്ചു, ഫകഅന്നമാ ഖാമ നിസ്ഫൽ ലൈലി, ആ നമസ്കാരത്തിൽ നിന്ന് അവന് ലഭിക്കുന്ന പ്രതിഫലം എന്താ? അവൻ രാത്രിയുടെ പകുതിയും നിന്ന് നമസ്കരിച്ചതിൻ്റെ കൂലി അവന് രേഖപ്പെടുത്തും. ഒരു ഇശാ ജമാഅത്തിന് ഒരാൾ പള്ളിയിലെത്തിയാൽ അവന് രേഖപ്പെടുത്തപ്പെടുന്ന പ്രതിഫലം എന്താ? അവന് കിട്ടുന്ന കൂലി രാത്രിയുടെ പകുതി മുഴുവനും നിന്ന് നിസ്കരിച്ച കൂലി. മൻ സ്വല്ല സുബ്ഹ, എന്നിട്ട് അയാൾ സുബഹ് കൂടി നിസ്കരിച്ചു. സുബഹി കൂടി ഇശാ ജമാഅത്ത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങി, ജമാഅത്തിൽ പങ്കെടുത്ത് വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങി, എന്നിട്ട് അയാൾ സുബഹിക്ക് പള്ളിയിലെത്തി. ആ സുബഹിക്ക് വേണ്ടി അയാൾ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലെത്തിയാൽ, സുബഹിന്റെ ജമാഅത്തിനൊരാൾ പള്ളിയിലെത്തിയാൽ, നോക്കൂ നിങ്ങൾ, മൻ സ്വല്ല സുബ്ഹ, സുബഹിക്ക് വേണ്ടി സുബഹി നമസ്കരിച്ചു, ഫീ ജമാഅത്തിൻ, ജമാഅത്തായി കൊണ്ട് നിസ്കരിച്ചാൽ, ഫകഅന്നമാ സ്വല്ലൽ ലൈൽ, ഫകഅന്നമാ സ്വല്ലൽ ലൈല കുല്ലഹു, രാത്രി മുഴുവനും നിസ്കരിച്ചതിൻ്റെ കൂലി അയാൾക്ക് രേഖപ്പെടുത്തും. രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിയാണ് സുബഹിക്ക് ജമാഅത്തിന് പള്ളിയിലെത്തുന്നവൻ്റെ പ്രതിഫലം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇനി ഈ ജമാഅത്തുകളിൽ നിന്നൊക്കെ പിന്നെ കാരണങ്ങളും ന്യായങ്ങളൊക്കെ കണ്ടെത്തി മാറിപ്പോകുന്നവൻ്റെ അവസ്ഥ എന്താ? അവൻ്റെ ഗതി എന്താ? ജമാഅത്തിന് പള്ളിയിലേക്ക് എത്തുന്ന നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ്? ഏതൊക്കെ രൂപത്തിലാണ് നമ്മൾ വസ്ത്രം ധരിക്കേണ്ടത്? പള്ളിയിലേക്ക് ജമാഅത്തിന് വരുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ സഹോദരങ്ങൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുമുണ്ട്. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് ദീന് വ്യക്തമായി പഠിച്ച് ഈ പ്രതിഫലങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ നമ്മൾ ജീവിക്കാം. എന്തരങ്ങൾ ഭൂമിയിൽ നിന്ന് യാത്രയാകുന്ന ദിവസം, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അപകട മരണങ്ങളും ദുരന്തങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് തുടർച്ചയായി കടന്നു വരുമ്പോൾ, ഞാനും ഒരു ദിവസം മരിച്ചു പോകേണ്ടവനാണെന്ന ബോധത്തോടു കൂടി ജീവിക്കുമ്പോൾ, സഹോദരങ്ങളെ, നിസ്കാരം പോലുമില്ലാത്തവനായി നമ്മൾ യാത്രയായാൽ നമ്മുടെ ഗതി എന്താ? നിസ്കാരം പോലുമില്ലാത്തവരുടെ കൂട്ടത്തിലാണ് റബ്ബിന്റെ കോടതിയിൽ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ സഹോദരങ്ങളെ?
നമുക്കൊക്കെ പറയാനുള്ളത് ആകെ ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് പടച്ചോനെന്നാണ്. ആ നിസ്കാരം സ്വീകരിക്കാത്ത നിസ്കാരമാണെന്ന് അല്ലാഹ് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതുകൊണ്ട് മരണത്തിന് വേണ്ടി ഒരുങ്ങുന്നിടത്ത്, മരണത്തിന് വേണ്ടി തയ്യാറാകുന്നിടത്ത് ഏറ്റവും മർമ്മപ്രധാനമായ വിഷയം നമസ്കാരമാണ്. തൗഹീദ് ശരിപ്പെടുത്തുക, എന്നിട്ട് നിസ്കാരം ആദ്യം ഉറപ്രകാരം നിർവഹിക്കുക. അത് ജമാഅത്തിന് പള്ളിയിലെത്തി സ്ത്രീകൾ സമയം തെറ്റാതെ അവർ പള്ളിയിലേക്ക് വന്നാൽ അവർക്കും ഈ കൂലികളൊക്കെ ഉണ്ട്. ഈ പ്രതിഫലം പെണ്ണുങ്ങൾക്കും കിട്ടും. പള്ളിയിലേക്ക് പെണ്ണാണ് ജമാഅത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് വരുന്നതെങ്കിൽ അവർക്ക് പ്രതിഫലമുണ്ട്. നിർബന്ധമല്ല. ഒരു പെണ്ണ് വന്നില്ല എന്നുള്ളത് കൊണ്ട് അവളുടെ നമസ്കാരം സ്വീകരിക്കപ്പെടില്ല എന്നോ അല്ലെങ്കിൽ അവൾക്ക് ശിക്ഷ ലഭിക്കുമെന്നോ എന്ന് വിധിയില്ല. ഒരു പെണ്ണ് വന്നാൽ അവൾക്ക് പ്രതിഫലമുണ്ട് എന്ന് മാത്രം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ ദറജകളും ഈ സ്ഥാനങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയവരായി നമ്മൾ മാറാതെ സഹോദരങ്ങളെ, ഇബാദത്തിൻ്റെ കാര്യത്തിൽ, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. മരണത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് നമസ്കാരമാണ്. നമസ്കാരം ഇല്ലാതെ മറ്റു എന്ത് ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല. മൻ തറക്കഹ ഫഖദ് കഫറ, ഓൻ കാഫിറാണ്. അതുകൊണ്ട് ആ നിസ്കാരം ഉപേക്ഷിക്കുന്നവരുടെ കൂട്ടത്തിലല്ല ഞാനെന്ന് ഉറപ്പുവരുത്തുക. പള്ളിയിലേക്ക് കൃത്യമായി ജമാഅത്തുകൾക്ക് നമ്മൾ എത്തിച്ചേരുക. റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നാഥൻ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ വീഴ്ചകളും പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഷിഫാഇനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നാടുകളിൽ കഴിഞ്ഞ ദുരന്തങ്ങളിലൊക്കെ അകപ്പെട്ട് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ, അള്ളാഹു ആ കുടുംബങ്ങൾക്കൊക്കെ മനക്കരുത്തും ഈമാനികമായ പിടിച്ചു നിൽക്കാനുള്ളൊരു കരുത്ത് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളായി മരിച്ചുപോയ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഈമാനുള്ള ആളുകൾക്ക് അള്ളാഹുരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. الله أكبر الله أكبر. أشهد أن لا إله